2013 ലാസ്റ്റ് വണ്ടിയാണ് ഇത്. നമുക്ക് 7,90,000 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 7,90,000 രൂപയ്ക്ക്. CL ആണ്, 2015 മോഡലാണ്, ടോപ്പ് വേരിയൻ്റ് ആണ്, ടോപ്പ് എൻഡ് ആണ്. ഇതിനും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 32,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ് കേട്ടോ. അതായത് ഈ വണ്ടി മൈനർ റീപെയിൻറ്റ് പോലും ഇല്ലാത്ത വണ്ടിയാണ്, മൈനർ ആക്സിഡൻറ്റ് പോലും. കാരണം ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. 1 2 3 4 പ്രീമിയം വാഹനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസിന് നിങ്ങൾക്ക് കേരളത്തിൽ മഞ്ചേരിയിൽ ഈ വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് വാഹനം കിട്ടും. അതും ഷോറൂം സർവീസ് ഉള്ള വാഹനങ്ങൾ, ലോ കിലോമീറ്റർ, അധികം സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനമാണ്. ഇതൊരു ഷോറൂമോ അതോ ഡീലർഷിപ്പിലോ കിടക്കുന്ന വാഹനമല്ല. എല്ലാം സെയിൽ ചെയ്യുന്നത് ചെറിയ മാർജിൻ ഇട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വാഹനം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസിൽ നിന്നും കുറവായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാട്ടോ. ഇതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും തള്ളിമറിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ വാഹനങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് മിസ്റ്റർ റമീസ്കയാണ്. റമീസ്ക, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ, ഉഷാറാണ്. ആളുഷാറാണ്. ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഭാവിക്ക് നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വരും. അപ്പോൾ റമീസ്ക്ക്, നമ്മൾ എങ്ങനെയാണ് ഈ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് വിശ്വാസത്തിൽ നമുക്ക് വാഹനം കൊടുക്കാം? ഇപ്പോൾ പ്രീമിയം വണ്ടി എടുക്കുന്ന ആൾക്കാരുടെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരിക ടോട്ടൽ ലോസ് ആണോ, ഫ്ലഡ് ആണോ, ഇടിച്ച വണ്ടിയാണോ, മറിച്ച വണ്ടിയാണോ, ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റുക? അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ, ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ അത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് കിലോമീറ്റർ ജെന്യൂനാന്ന് ചെക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഇല്ലായിരുന്നു. കാരണം കമ്പനികളൊക്കെ കുറേ ലോങ് ആയിരിക്കും, കമ്പനി കയറ്റിയാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലൊക്കെ എന്ന് വെച്ചാൽ സ്കാനറുണ്ട്. നമ്മൾ സ്കാനറിൽ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി സ്കാൻ ചെയ്യുന്നത്. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലക്ഷങ്ങൾ വില പിടിപ്പുള്ള സ്കാനറിൽ വെച്ചിട്ട്. ഈ സ്കാനറിൻ്റെ പ്രത്യേകം ചിലപ്പോൾ ബെൻസിൻ്റെ കിലോമീറ്റർ ആരെങ്കിലും തിരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മീറ്ററിൽ കിലോമീറ്റർ തിരിച്ചിട്ട് വിസിബിളുള്ള സ്ഥലത്ത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ സ്കാനറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ECM, അതുപോലെ തന്നെ ഗിയർ ബോക്സ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ സെൻസറുകളുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കിലോമീറ്റർ റീഡിംഗ് ഉണ്ട്. ഇത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ജെനുവിനിറ്റി കണ്ടെത്താൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്ക് 110% കിലോമീറ്റർ ജെനുവിനായിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് കിലോമീറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തന്ന പൈസയും കൊടുക്കും, അവർക്ക് വരാനുള്ള ചിലവും കൊടുക്കും. അത്രത്തോളം ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ കമ്പനി സർവീസ് റെക്കോർഡ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കാനർ വെച്ചിട്ട് ഇതിൻ്റെ ECM ഒക്കെ സ്കാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ധൈര്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. 100% വാഹനം തരാൻ സാധിക്കൂലേ? യെസ്. ഞാൻ ഈ ബിസിനസ് എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. കാരണം ഞാനൊരു വണ്ടി യൂസറാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഞാൻ ഈ വണ്ടി കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി, അതായത് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ വണ്ടി നമ്മൾ എടുക്കുക അതേപോലെയാണ് ഞാൻ അങ്ങനെ ഓരോ വണ്ടി ഞാൻ അങ്ങനെ എടുക്കുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് നോക്കിയിട്ട് ഒരു തരത്തിലും ഞാൻ പറയും. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ വണ്ടി ഉണ്ട്, ഇതിലൊരു മൈനർ റീപെയിൻറ്റ് പോലും ഇല്ല. അത് ആരെങ്കിലും പ്രീപെയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാൽക്കോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ വെച്ച് പ്രൂവ് ചെയ്യാൻ ഞാൻ ചലഞ്ച് ചെയ്യുക. കാരണം ഒരു മൈനർ റീപെയിൻറ്റ് പോലും ഇല്ലാത്തൊരു ആക്സിഡൻറ്റ് പോലും ഇല്ലാത്ത വണ്ടിയാണത്. അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ആ CL ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ഓണറാണ്, റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ മൈനർ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ഡൽഹിയിലോടെ വണ്ടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഓൾ ഇൻ ഓൾ ഓക്കെ ആണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം. ഒരു കണ്ടിട്ട് ഒരു തീരുമാനിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. നമുക്ക് ആദ്യമായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ഒരു E-ക്ലാസ് സ്വന്തമാക്കുക എന്നുള്ളതല്ലേ. അതും ഒരു മൈന്യൂട്ട് റീപെയിൻറ്റ് പോലും ഇല്ലാത്ത. എത്ര കിലോമീറ്റർ ഓടിയതാണ്? 42,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ് കേട്ടോ. അതായത് ഈ വണ്ടി മൈനർ റീപെയിൻറ്റ് പോലും ഇല്ലാത്ത വണ്ടിയാണ്, മൈനർ ആക്സിഡൻറ്റ് പോലും. കാരണം അത്രയും പെർഫെക്ഷനിൽ ഒരാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ആളെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. അതിൻ്റെ വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആളെ ഡെലിവറി എടുക്കണമൊക്കെ ഒക്കെ നമ്മൾ അതിൻ്റെ തെളിവോട് കൂടെ നമുക്ക് കാണിക്കാം. ഓക്കെ, ഒരു സംശയമില്ല. അതാണ് നമ്മൾ ഗ്യാരണ്ടി. അതായത് കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് നമ്മൾ താൽക്കോമീറ്റർ ഉണ്ട്, നമ്മളെ കയ്യിൽ സ്കാനർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരുപാട് കാലത്ത് ഈ ഒരു പ്രീമിയം കാറിൽ ഒരു എക്സ്പേർട്ട് പേഴ്സൺ, ഇതിനെ കൊണ്ടൊക്കെ നമുക്ക് അത്രയും ആരെ മുന്നിലും ഏത് ഷോറൂമിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി കേട്ടോ. ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ കോഴിക്കോടാണ് ഷോറൂം എന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ള ഒരു പെട്രോളിൻ്റെ പൈസ വെച്ചിട്ട് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും നമ്മളെ ഗ്യാരണ്ടിയാണ്. അതിനുള്ള സൗകര്യം പോലെ നമ്മൾ ഒരുക്കി തരും. അത്രയും ഗ്യാരണ്ടി. നമ്മൾ അത്രയും ജെനുവിനായിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ആരെ മുന്നിൽ നെഞ്ചു പിടിച്ച് നമുക്ക് പറയണല്ലോ, ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനം ഏതാണ് മോഡൽ? ഇത് 2014 മോഡലാണ്.
ഈ ക്ലാസ് 212 2014 വരുന്ന ന്യൂ ഷേപ്പ് വണ്ടിയാണ്. വെറും 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ ആണ്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. എല്ലാ സർവീസും തന്നെ അതിൽ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. അതിൽ ബാറ്ററി ഒക്കെ എന്താ വെച്ചാൽ എക്സൈഡിന്റെ ബാറ്ററി ഇട്ടിട്ടുള്ളത്. ഇത് ജെനുവിൻ ആയിട്ട് മെർസിഡീസിന്റെ ഒറിജിനൽ ബാറ്ററി ഉണ്ട്. അതാണ് ആ കസ്റ്റമർ. അത് ഏകദേശം അത്യാവശ്യം നല്ല $70,000 റേഞ്ച് വരുന്ന ആ ബാറ്ററി ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത്. അത്രയും പെർഫെക്റ്റ് കാറാണ് ആണല്ലേ. അപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും എക്സ്റ്റീരിയർ കണ്ടുപോലെ തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അൺടച്ച് വണ്ടി. ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ എവിടെയെങ്കിലും ഒരു പിന്നെ സീറ്റും ഇത് പോകുകയോ അല്ലെങ്കിൽ പിന്നെ ബട്ടൻ്റെ ഇത് പോകുന്നുണ്ട്. ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങളൊരു പുതിയ എല്ലാ ഇലക്ട്രിക്കൽ പാർട്സ് പക്ക വണ്ടി വിത്ത് ഗ്യാരണ്ടി ആണല്ലേ. അപ്പോൾ ഓണർഷിപ്പ് എത്രയായിരുന്നു വാഹനത്തിന്? ഓണർഷിപ്പ് 3rd ആണ്. അതെങ്ങനെ വെച്ചാൽ പക്ഷേ ഇത് സിംഗിൾ ഓണർ ആണ്. പക്ഷേ റിക്കാർഡിക്കലി 3rd ആയിട്ടുണ്ട്. കാരണം അവരെ ഫാമിലി തന്നെ ട്രാൻസ്ഫർ ചെയ്താണ്. അപ്പം നമുക്ക് തന്ന ആൾ തന്നെ അത് വണ്ടി ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുക്കുന്നതും എല്ലാ ഫോട്ടോസും അതിൻ്റെ പഴയ RC ബുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ ശരിക്കും ഇത് റിക്കാർഡിക്കലി 3rd ആയിക്കണം. ബട്ട് ഇറ്റ്സ് എ സിംഗിൾ ഓണർ കാർ. ഇത് സിംഗിൾ ഓണർ. അപ്പോൾ ഈ വാഹനം ഒരു ഫാമിലിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണല്ലേ. പിന്നെ അവരെ അച്ഛന് പിന്നെ അമ്മ പിന്നെ ഇയാളുടെ പേരിലായി. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത ഒറ്റ ഓണറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ വാഹനത്തിന് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ ഫൈനല് 11,95,000 റുപ്യാണ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടേണ്ടത്. ഈ ഒരു പ്രൈസിന് ഈ ക്വാളിറ്റിയുള്ള വാഹനം ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളൊരു മൈനർ ലാബ് എടുത്തിട്ടുള്ളൂ. ആ ഒരു ഇതിൽ നമ്മളെല്ലാ വണ്ടി നമ്മൾ ചെറിയ ലാബ് എടുക്കുന്നുള്ളൂ. വേറെ ആർക്കും ഈ ഒരു ക്വാളിറ്റിയുള്ള വാഹനം, അതായത് വണ്ടി ചിലപ്പോൾ ഈ റേറ്റിൽ കാണും, പക്ഷെ അത് ഈ ക്വാളിറ്റി ഉണ്ടാവില്ല. അതിൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു കച്ചവട പർപ്പസിന് വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾ പറഞ്ഞു പാഷന് വേണ്ടി ചെയ്യുന്നതാണല്ലേ. കച്ചവടം വെച്ചാൽ ഒരു ചെറിയ ലാഭം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ എടുക്കുന്ന മാതിരി ഒരു വണ്ടി തന്നെ ലക്ഷങ്ങൾ ലാഭം എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കില്ല. നമ്മളൊരു മാസം ഒരു 10-15 വണ്ടി വെക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിൽ പിന്നെ നമ്മളൊരു എത്തിക്സ്, ഒരു ഹലാലായിട്ടുള്ള പൈസ നമുക്ക് മതി. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഏറ്റവും വലിയ തീരുമാനം. അതെ, കിലോമീറ്റർ തിരിച്ച വണ്ടികൾ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരു കിടിലം പൊളപ്പം വാഹനം, ഒരു സ്കൂപ്പേ വാഹനം നമുക്ക് പരിചയപ്പെടാം അല്ലേ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത് ഇത് CL ആണ്. 2015 മോഡലാണ്. ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് ആണ്. ഇതിനും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് പിന്നെ നമ്മൾ ഒന്നിനൊരു ടച്ചപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഡൽഹി വാഹനമായതുകൊണ്ട് ഇതിന്റെ ബമ്പറിലൊക്കെ ചെറിയ വരയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊരു ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഞാൻ ഗ്യാരണ്ടി. മേജർ ആക്സിഡന്റ് ഇല്ല. പിന്നെ അതുപോലെ റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് കംപ്ലീറ്റ്. അതായത് ഇപ്പോൾ 89,000 ഉള്ളത് 88,000 വരെ കറക്റ്റ് കമ്പനി സർവീസ് റെക്കോർഡുള്ള വിത്ത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ 4 അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ടയർ, നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. വണ്ടി കറക്റ്റ് ഓട്ടം എത്രയാണ് ഇപ്പോൾ? കറക്റ്റ് ഇപ്പോൾ ഉള്ളത് 89,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്. 100% പക്ക. നമ്മൾ സ്കാനർ ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് റെക്കോർഡ് നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടോളം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോഡി ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒരു വാഹനത്തിന്റെ ആ ഒരു പെർഫെക്ഷൻ. എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു വാഹനത്തിന്റെ അടിയിൽ കളിച്ചു വരുന്ന ആളാണെങ്കിൽ. അതിന്റെ A to Z പാർട്സ് ജെനുവിനാണ്. നിങ്ങൾ നോക്കിയാൽ ഓരോ സംഭവം മനസ്സിലാവും. അതാണ് ഇതിന്റെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും വർക്കിംഗ് അല്ലേ? എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും വർക്കിംഗ് ആണല്ലേ. അപ്പോൾ വാഹനത്തിന്റെ മൈലേജ് നമുക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും മൈലേജ് ഏകദേശം ഒരു 18-19 കിലോമീറ്റർ മൈലേജ് ആണ്. മൈലേജ് കിട്ടും. അതെ. ഈ CL എന്ന് വെച്ചാൽ ഭയങ്കര ജനപ്രിയ വണ്ടിയാണ്. ഇതിന്റെ ഷേപ്പ് തന്നെ, കാരണം അതിന്റെ ഫ്രെയിംലെസ് ആണ്. ഇതിന്റെ ഗ്ലാസ് സ്പോർട്ടി ടൈപ്പ് ആണ്. ഒരു ബാക്ക് ആയാലും ഭയങ്കര ഒരു ഫ്ലൂയിഡിക് ആണ്. ഭയങ്കര അട്രാക്റ്റീവ് വണ്ടിയാണ്. അത് നമ്മൾ കൊടുക്കുന്ന അത്രയും ചെറിയ റേറ്റിന് കേട്ടോ. ഈ റേറ്റിനൊന്നും ഒരാൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റൂല. അതാണ് ഈ ഒരു ക്വാളിറ്റി ഉള്ള വാഹനം ഈ ഒരു റേറ്റിന് ഒരിക്കലും കിട്ടൂല. അതാണ് നമ്മൾ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്രക്കാണ് നമ്മൾ കൊടുക്കണേ സർപ്രൈസ് റേറ്റ്? നമ്മൾ ഫൈനൽ 13,50,000 റുപ്യക്കാണ് ഈ റേറ്റ് ഈ വാഹനം കൊടുക്കുക. ഡീലർ എടുക്കുന്ന പ്രൈസ് ഡീലർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഡീലർ കൊണ്ടുപോകില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പെട്ടെന്ന് വന്നോളി. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അധികം നിൽക്കൂല. വീഡിയോ ഇട്ടാ നമ്മൾ റീലിടാൻ പോകുന്നുണ്ട്. റീലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അധികം നിൽക്കൂല. അതിൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ. പിന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ നിങ്ങൾ ലോൺ ചെയ്തു കൊടുക്കും? ഞാൻ ലോൺ ചെയ്യണില്ല. നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല. അതാണ് നമ്മളത്. ഞാനും ലോൺ ചെയ്തെങ്കിൽ ചെയ്തോളൂ. ബട്ട് ഞങ്ങൾ അത് ചെയ്യണില്ല അല്ലേ. ഓക്കെ. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫുൾ എമൗണ്ട് മുടക്കാൻ സാധിക്കില്ല. അപ്പം എന്താണ് നിങ്ങൾ ലോൺ ചെയ്യാതിരിക്കാനുള്ള കാരണം? ലോൺ എടുത്തിട്ടുള്ളൊരു പ്രൊമോട്ട് ചെയ്യണില്ല. അതായത് ലോൺ എടുത്ത് വണ്ടി എടുക്കരുത് എന്നുള്ളൊരു സജഷനാണ് എനിക്കുള്ളത്. ആൾക്കാർ വാങ്ങണുള്ളത്. കാരണം ഏറ്റവും നല്ല ക്യാഷിന് വാങ്ങാൻ പറ്റുന്നവര് വാങ്ങുന്ന ഇൻട്രസ്റ്റും പലിശയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതെ. നമ്മളപ്പോൾ അതിനാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അത് അവർ വേണമെങ്കിൽ നിങ്ങൾ ലോൺ സെറ്റ് ആക്കിക്കോളി. നമ്മൾ ചെയ്ത് കൊടുക്കണില്ല. നമുക്ക് അറിയാത്തോണ്ടല്ല നമ്മൾ ചെയ്ത് കൊടുക്കണില്ല. നല്ല തീരുമാനമാണ്. അപ്പോൾ അടുത്തായിട്ട് ജനപ്രിയ വാഹനമായിട്ടുള്ള Audi A4 കൂടാതെ ബ്ലാക്ക് കളറും കൂടി ആകുമ്പോൾ വാഹനത്തിന്റെ ലുക്കേ മാറിട്ടോ. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് പൊതുവെ കുറവാണ്. പിന്നെ അത്യാവശ്യം മൈലേജ് ലഭിക്കൂലേ. ഓക്കെ. വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അതിന് വരുന്നത് ഇത്
ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മളൊരു പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മളെ കയ്യിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതുവരെ നമ്മൾ വാങ്ങുന്ന വരെ കറക്റ്റ് കമ്പനി സർവീസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ക വണ്ടിയാണ്. പിന്നെ അതായത് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് ചെയ്ത് സെറാമിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ടയർ ഇപ്പോൾ ഏകദേശം എത്ര ശതമാനം? ടയർ അതൊരു 60% മുകളിലുണ്ട്. വണ്ടി നമ്മൾ ഇത് ഗ്യാരണ്ടിയാണ്. എഞ്ചിന്, ഗിയർ, സ്റ്റിയറിംഗ് എല്ലാം നമ്മൾ ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മൾ അത്ര റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒരു വാഗനർ, പുതിയ വാഗനർ ഇറക്കുന്ന പ്രൈസിന് നമുക്ക് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരു ഓഡി വാങ്ങാം, A4 സ്വന്തമാക്കാം. എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 2013 ലാസ്റ്റ് വണ്ടിയാണ് ഇത്. നമുക്ക് 7,90,000 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വെറും 7,90,000 രൂപക്ക്. ഓക്കെ ഓക്കെ. അത് ഈ ഒരു വിലക്ക് വേറെ ആർക്കും നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റില്ല. കാരണം ക്വാളിറ്റിയിലാണ് നമ്മളുടെ ഹൈലൈറ്റ്. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ വേറെ ആർക്കും റേറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വർക്കിംഗ് ആണ് അല്ലേ? പിന്നെ പറഞ്ഞത് ഇത് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെന്ന് വെച്ചാൽ വാരിങ് കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് റീപെയിന്റ് ചെയ്യാൻ അതെല്ലാം ഓപ്ഷൻ ഇല്ല. പക്ഷേ ആക്സിഡന്റോ കാര്യങ്ങളോ ഉള്ള ഗ്യാരണ്ടി തരാം. ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല വാഹനമാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഗ്യാരണ്ടി 1 മാസം നമ്മൾ വണ്ടി എഞ്ചിന് ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അതാ അടുത്തായിട്ടൊരു BMW ഉണ്ട്. ഡീറ്റെയിൽ അല്ല, അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതിപ്പോൾ നമ്മൾ സെയിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്യും. ഇപ്പം നിലവിൽ നമ്മളൊരു ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളി. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ബാക്കിയുള്ള ഈ 3 വണ്ടികൾ നമുക്കിപ്പോൾ സെയിലിന് വേണ്ടി നമ്മൾ സംസാരിക്കാം. താൽക്കാലികമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ പ്രീമിയം വാഹനങ്ങൾ മാത്രമല്ല, ഇവർ ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതും ലോ കിലോമീറ്റർ ഓണർഷിപ്പൊക്കെ കുറഞ്ഞ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളിയും. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.